പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ഇന്നും യുഎഇയിൽ ചില വിമാനങ്ങൾ റദ്ദാക്കി. ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം യുഎഇയിലെ വിമാനത്താവളങ്ങളിലെ ഭൂരിഭാഗം സർവീസുകളും സാധാരണ നിലയിൽ തുടരുകയാണ്. രക്ഷയില്ല. താറുമാറായി പശ്ചിമേഷ്യയിലെ വിമാനയാത്രാ സർവീസുകൾ. അതെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം തുടരുന്നതിനാൽ സുരക്ഷാ മുൻകരുതലുടെ പശ്ചാത്തലത്തിൽ യുഎയിൽ നിന്ന് പുറപ്പെടുന്നതും യുഎയിലേക്ക് എത്തുന്നതുമായ ചില വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കിയതായി പറയുന്നുണ്ട്. മാത്രമല്ല, ചില സർവീസുകളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ആശ്വാസകരമായി യുഎയിലെ വിമാനത്താവളങ്ങളിലെ ഭൂരിഭാഗം സർവീസുകളും സാധാരണ നിലയിലേക്ക് എത്തിയെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ചില റൂട്ടുകളിലെ ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ തങ്ങളുടെ വിമാനത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ബന്ധപ്പെട്ട എയർലൈൻസിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് വഴി പരിശോധിച്ച് മാത്രം യാത്രയ്ക്ക് തയ്യാറെടുക്കുക എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഫ്ലൈ ദുബായിയുടെ റദ്ദാക്കിയ വിമാനങ്ങൾ FZ815 ദുബായ് അബ്ഹ സർവീസും FZ811 ദുബായ് അബ്ഹ സർവീസും ദുബായ് കുവൈറ്റ് FZ059 സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ ആകട്ടെ EK2048 ദുബായ് കുവൈറ്റ് സർവീസാണ് റദ്ദാക്കിയിരിക്കുന്നത്. എയർ അറേബ്യയുടെ F35006 റിയാദ് സർവീസും G9068 ഷാർജ കുവൈറ്റ് സർവീസും G9124 ഷാർജ കുവൈറ്റ് സർവീസും റദ്ദാക്കി. കൂടാതെ G9107, G9105 ഷാർജ ബഹ്റൈൻ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം G9195 ഷാർജ അബ്ഹ സർവീസും റദ്ദാക്കി. നാളെ ഷാർജയിൽ നിന്ന് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമുള്ള ചില സർവീസുകളും ഇതേ പ്രകാരം റദ്ദാക്കിയതായാണ് അധികൃതർ അറിയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ കുവൈറ്റിലേക്കുള്ള ഇത്തിഹാദ് എയർവേസ് സർവീസുകളിലും തടസ്സങ്ങൾ തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുന്നറിയിപ്പ് ഓഗസ്റ്റ് 31 വരെയാണ് നീട്ടിയത്. മിസൈൽ, ഡ്രോൺ ആക്രമണ സാധ്യതകളും സൈനിക നീക്കങ്ങളും കണക്കിലെടുത്ത് വിമാന കമ്പനികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഏജൻസി നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.